നരവംശം ഉണ്ടായ കാലം മുതൽ ആരാധനാ സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ രീതിയിൽ ക്ഷേത്രങ്ങൾ പണിഞ്ഞ് ആരാധന നടത്തുന്ന സമ്പ്രദായം വളരെ കാലം കഴിഞ്ഞാണ് നിലവിൽ വന്നത്. തുറസായ സ്ഥലങ്ങളിൽ ആരാധന സ്ഥാനമാക്കി മാറ്റിയ ആദ്യകാല ഗോത്രങ്ങൾ അമ്പലം എന്ന രീതിയിലേക്ക് മാറിയത് ആര്യന്മാരുടെ വരവോടെയാണ് എന്ന് വേണം കരുതാൻ. ഇനി നമുക്കൊരു ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചയ്ക്കായി. ശങ്കര ദേവാ അഖിലാണ്ടേശ്വരനാഥ ശരണം നീയേ ഈശാ തിരുപുറത്തപ്പ നമോ നമഃ. ദക്ഷിണ കേരളം നിരവധി ശിവക്ഷേത്രങ്ങളാൽ അനുഗ്രഹീതമായ പ്രദേശമാണ്. അത്തരത്തിൽ ഒരു മഹാസന്നിധിയിലേക്കാണ് നാം ഇന്ന് എത്തിച്ചേരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ നിന്നും ഏതാണ്ട് 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുപ്പുറത്തെത്താം. ഇവിടെയാണ് പുരാതനവും പ്രസിദ്ധവുമായ തിരുപ്പുറം മഹാദേവ ക്ഷേത്രം. ദേവദേവ മഹാദേവ ആനന്ദദായക ഗിരിജേശ കനിഞ്ഞനുഗ്രഹിക്കൂ ഇന്ദ്രാദിവന്ദ്യ ശ്രീകണ്ഠേശ്വര നമോ നമഃ. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഈ ക്ഷേത്രം അപൂർവമാകുന്നത് ഇവിടുത്തെ ത്രയലിംഗ പ്രതിഷ്ഠയിലൂടെയാണ്. തിരുപ്പുറത്തപ്പ വിളിപ്പുറത്തപ്പ തിരുപ്പുറത്തപ്പ വെളിപ്പുറത്തപ്പ ശ്രീ മഹാദേവ മംഗളദായക. ആദ്യകാല ചരിത്രരേഖകളിൽ ഈ ക്ഷേത്രത്തിന്റെ പരാമർശം ഉള്ളതുകൊണ്ട് തന്നെ അതിനു മുമ്പിൽ സ്ഥാപിതമായ ആരാധനാലയമാണിതെന്ന് മനസ്സിലാക്കാം. ഋഷിതുല്യനായ ഒരു മഹാത്മാവിനാൽ സ്ഥാപിതമായതും സ്വയംഭൂവായ ലിംഗപ്രതിഷ്ഠയുള്ളതുമാണ് ക്ഷേത്രം എന്ന് ദേവപ്രശ്നങ്ങൾ പറയുന്നു. ഇത് സംബന്ധിച്ച് പുരാണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് പഴയ തലമുറയ്ക്ക് പറയുവാനുള്ളത്. വേദവേദാന്ത സാര സർവസ്വമേ ശിവ ശിവ ശംഭോ നമോ നമഃ. താമരാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി എന്നീ 3 അസുരന്മാർ ബ്രഹ്മദേവനെ തപം ചെയ്ത് അമൂല്യങ്ങളായ വരങ്ങൾ നേടി. അതിലൊന്ന് 3 പേരെയും ഒന്നിച്ച് ഒരായുധത്താൽ മാത്രമേ വധിക്കാൻ കഴിയൂ എന്നതായിരുന്നു. തികച്ചും അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ വരത്തിന്റെ മറവിൽ അസുരന്മാർ ദേവന്മാർക്കും മറ്റും നിരവധി ദ്രോഹങ്ങൾ ചെയ്ത് അഹങ്കാരികളായി ജീവിച്ചു. ഭൂമിയിലും സ്വർലോകത്തും ജീവിതം ദുഷ്കരമായതോടെ ദേവമാനവ ഗണങ്ങൾ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. പ്രത്യേക പുരങ്ങളിലായി ആകാശം ചുറ്റുന്ന ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്ന ചുമതല ആശ്രിതവത്സലനായ മഹേശ്വരൻ ഏറ്റെടുത്തു. അങ്ങനെ മുക്കണ്ണ് തുറന്ന ദേവൻ 3 ലോകങ്ങളെയും ഒന്നിച്ച് ഭസ്മമാക്കി. അതേ തുടർന്ന് അത്യുഗ്രരൂപനായ കൈലാസനാഥൻ ലിംഗരൂപിയായി തിരുപ്പുറത്ത് കുടികൊള്ളുന്നു. കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി എന്നീ 3 അസുരന്മാർ ബ്രഹ്മാവിൽ നിന്നും വരം നേടി മഹാബലശാലികളും പരാക്രമികളുമായി തീർന്നു. അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ മഹാദേവൻ അവതരിച്ചതും അദ്ദേഹത്തിൻ്റെ 3-ാം കണ്ണ് തുറന്ന് ആ കോപാഗ്നിയിൽ ഈ 3 അസുരന്മാരും ദഹിച്ചു പോവുകയും ചെയ്തു. ഒന്നായി വന്നിട്ട് മൂന്നായിരുന്നിട്ടും രൗദ്രം മാറാത്ത പുരഹര. എന്നാൽ ശിവന്റെ ഉഗ്രസ്വരൂപത്തിന്റെ ശക്തി മുഴുവൻ കുടികൊള്ളുന്ന ഏക പ്രതിഷ്ഠ ലോകത്തിന് തന്നെ അപകടമുണ്ടാക്കിയേക്കാം എന്നതിനാൽ അതിലെ ശക്തി മറ്റ് 2 ശിവലിംഗങ്ങളിൽ കൂടി ആവാഹിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അതാണ് ഇവിടുത്തെ ത്രയലിംഗ പ്രതിഷ്ഠയുടെ ഐതിഹ്യം. ത്രിപുരരെ ഭസ്മമാക്കി തിരുപുറത്തെത്തി ത്രൈലോക്യനാഥൻ. ഇവിടെ 3 പ്രതിഷ്ഠകളാണുള്ളത്.
പ്രധാന പ്രതിഷ്ഠയ്ക്ക് രണ്ട് വശത്തുമായി ശിവലിംഗം തന്നെ 3 പ്രതിഷ്ഠകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുടെ പ്രഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 2 ഭാഗത്തുമായിട്ട് ഇങ്ങനെ ശിവലിംഗം സ്ഥാപിച്ചത്. പിന്നെ നടുക്കുള്ള ശിവലിംഗം സ്വയംഭൂവായിട്ടാണ് കാണുന്നതെന്നാണ് ഈ ഇടയ്ക്ക് വെച്ച ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത്. അപ്പോൾ മാത്രമല്ല പഞ്ചകലകൾ തികഞ്ഞ ഒരു മഹാക്ഷേത്രമായിരുന്നു ഇതെന്നും ഈ വിദേശാധിപത്യത്തിൻ്റെ കീഴിൽ വന്നപ്പോഴേക്കും ക്ഷേത്രത്തിന് നാശം സംഭവിച്ചതായും ആണ് അതിൽ തെളിഞ്ഞത്. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിരയിളകും തിരുപുറം ഒരു പ്രണവസാഗരം. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിരയിളകും തിരുപുറം ഒരു പ്രണവസാഗരം. ഉദയാസ്തമയം കണ്ട് നമിക്കാൻ ആ സാഗര തീരത്തണയും മമ ഹൃദയം മറ്റൊരു നെയ്യാറ്. മമ ഹൃദയം മറ്റൊരു നെയ്യാറ്. ത്രിപുരദഹനത്തിന് ശേഷം ദേവൻ കുടികൊണ്ട സ്ഥലം എന്ന നിലയിൽ ഈ പ്രദേശം ത്രിപുരം എന്ന പേരിലാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്നും കാലക്രമേണ ആ നാമധേയം തിരുപ്പുറം എന്ന് മാറുകയാണുണ്ടായതെന്നുമാണ് പരക്കെയുള്ള വിശ്വാസം. കാലം കലികാലം ജ്ഞാനമപൂർണം ആശ്രയമഖിലേശൻ ശങ്കരൻ മാത്രം. കാലം കലികാലം ജ്ഞാനമപൂർണം ആശ്രയമഖിലേശൻ ശങ്കരൻ മാത്രം. പഞ്ചകലകൾ തികഞ്ഞ ഒരു ഉത്തമ മഹാക്ഷേത്രമാണിതെന്ന് ദേവപ്രശ്നങ്ങൾ തെളിയുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതും പരിസരങ്ങളിൽ കാണപ്പെടുന്നതുമായ മിനുസമുള്ള ശിലകൾ ക്ഷേത്ര പഴമയ്ക്ക് സാക്ഷി നിൽക്കുന്നു. കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകോവിൽ. അതിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഇരുവശവുമായി തന്നെ 2 മറ്റ് ശിവലിംഗങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ത്രിപുരങ്ങൾ ദഹിപ്പിച്ച ത്രിലോചനൻ തിരുപുറത്തൂരിൽ തുടികൊട്ടിയെത്തി. ത്രിപുരങ്ങൾ ദഹിപ്പിച്ച ത്രിലോചനൻ തിരുപുറത്തൂരിൽ തുടികൊട്ടിയെത്തി. ത്രയലിംഗ പ്രതിഷ്ഠയിൽ സ്വയംഭൂവായി ഇവിടെ ത്രിപുരാന്തക സ്വാമി കുടികൊള്ളുന്നു. പ്രധാന ശ്രീകോവിലിന് തെക്ക് മൂലയിലാണ് ഗണപതി ക്ഷേത്രം. കിഴക്ക് വശത്തുള്ള ദേവീക്ഷേത്രത്തിൽ 2 പ്രതിഷ്ഠകളാണുള്ളത്. ഒന്ന് മഹിഷാസുരമർദിനിയും മറ്റൊന്ന് ശാന്തസ്വരൂപിണിയായ ശ്രീ പാർവതിയും. അതിനടുത്ത് തന്നെ ധർമ്മശാസ്താവിന്റെ ദേവാലയം കാണാം. വടക്ക് കിഴക്ക് മൂലയിലാണ് നാഗരാജ പ്രതിഷ്ഠ. ശാസ്താവിൻ്റെയും ദുർഗാ ഭഗവതിയുടെയും ഗണപതിയുടെയും ഉപദേവാലയങ്ങളും ഇവിടെയുണ്ട്. ധാരാളം ജനങ്ങൾ പല ഭാഗത്തു നിന്നും ഇവിടെ പൂജയ്ക്കായി വന്നു ചേരുന്നുണ്ട്. കാലാകാലങ്ങളിൽ നിലവിൽ വരുന്ന ഉപദേശക സമിതിയുടെയും നാട്ടുകാരുടെയും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളിൽ കാലപ്പഴക്കത്താൽ ദുരവസ്ഥയിലായിരുന്ന ക്ഷേത്രം പല കാലങ്ങളിലായി പുനർനിർമ്മിക്കപ്പെട്ടു. ഈ ആനക്കൊട്ടില് പിന്നെ ചുറ്റുമതില് നമസ്കാര മണ്ഡപം എന്നിവയെല്ലാം ഈ പിന്നീട് വന്ന പുതിയ ഭരണസമിതിയുടെ ശ്രമഫലമായി ദേവസ്വം ബോർഡ് തന്നെ അതിലേക്ക് വേണ്ടി ചെയ്താണ് ഇപ്പോൾ ഈ തരത്തിൽ ക്ഷേത്രം പുരോഗമിച്ചിരിക്കുന്നത്. രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന ദേവീദേവന്മാർ എല്ലാം ക്ഷിപ്രപ്രസാദികളാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ തിരുപ്പുറത്തപ്പനും ഭക്തർക്ക് വളരെ വേഗം അനുഗ്രഹങ്ങൾ ചൊരിയുന്നു.
നിത്യേന ജലധാരയും തിരുവാതിര നാളിൽ നടത്തുന്ന മൃത്യുഞ്ജയ ഹോമവുമാണ് പ്രത്യേക ചടങ്ങുകൾ. ശിവരാത്രിയാണ് തിരുപ്പുറത്തെ പ്രധാന ഉത്സവം. ശിവരാത്രിക്ക് 9 ദിവസം മുമ്പ് കൊടിയേറി ശിവരാത്രി ദിനം ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നു. ശിവരാത്രിക്ക് 10 ദിവസത്തെ ഉത്സവവും അത് കഴിഞ്ഞ് 3 ആനകളോടുകൂടിയ അകമ്പടിയോടുകൂടിയ ആറാട്ടും നെയ്യാർ എന്ന ഭാഗത്ത് ആറാട്ടും നടത്താറുണ്ട്. ഭഗവാന്റെ ജന്മനാളെന്ന് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അന്നും പ്രത്യേക എഴുന്നള്ളത്തും പൂജയും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ നടന്നു പോരുന്നുണ്ട്. ഒരു ഗ്രാമപ്രദേശത്തിനു മുഴുവൻ അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്തുകൊണ്ട് അതിപ്രാചീന കാലങ്ങളിൽ എന്നോ ഒരു പുണ്യാത്മാവ് കൊളുത്തിയ ദേവചൈതന്യത്തിന്റെ ദീപശിഖ കൂടുതൽ ചൈതന്യത്തായി ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മംഗളം നിത്യമംഗളം ശുഭ മംഗളം ശിവമംഗളം. അഭീഷ്ടസിദ്ധിയുടെ അവസാന ആശ്രയമായ ശ്രീ മഹാദേവന് മുന്നിൽ നമുക്കും കൈകൂപ്പാം. ശംഭോ മഹാദേവ. മഹാദേവ മംഗളം